മഴതോരു മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലചന്ദ്രനുമായി ഡിവേഴ്സ് പെറ്റീഷൻ കേസ് ഫയൽ ചെയ്തതിൽ വൈജിയോട് ദേഷ്യപ്പെടുകയാണ് ശിവശങ്കരൻ മേനോൻ. ബബിത ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ബബിതയ്ക്കിനി മരിക്കണ്ട, ജീവിക്കണം. പക്ഷേ അലീന ചേച്ചി കൂടെയുണ്ടാവണം. അവൾ അലീനയോട് എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറയാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സിദ്ധാർത്ഥിനെ കണ്ടുമുട്ടിയ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടാണ് ബബിത തുടങ്ങിയത്. താര കൃഷ്ണനുണ്ണി എന്ന സീനിയർ സ്റ്റുഡൻറ്റിൻ്റെ സഹോദരൻ, തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ജോലി. പെങ്ങളെ കാണാൻ ആങ്ങള വരുന്നു. പെങ്ങൾ തനിച്ചു പോകാൻ മടിച്ച് കൂട്ടുകാരികളെയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി ആങ്ങളെ സ്വീകരിക്കുന്നു. ചിലപ്പോൾ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കുന്നു, മറ്റു ചിലപ്പോൾ ഐസ്ക്രീം കഴിക്കുന്നു. ചില വാരാന്ത്യങ്ങളിൽ ആങ്ങള കാറുമായി വന്ന് പെങ്ങളെയും കൂട്ടുകാരെയും കൂട്ടി ഫോർട്ട് കൊച്ചി ബീച്ചിൽ പോകുന്നു. പഞ്ചാബി ഹോട്ടലിൽ കയറി തന്തൂരി ചിക്കൻ കഴിക്കുന്നു. ആകെ കൂടി ആധുനികവും സമൃദ്ധവും മോഹനസുന്ദരവുമായ ഇടവേളകൾ. സമ്പന്നരും ഉദാരമനസ്കരുമായ ആളുകൾ. ഒഴിവു സമയങ്ങളിൽ ഹോസ്റ്റൽ റൂമിൽ കുത്തിയിരുന്ന് പഠിക്കുന്നത് പോലുമല്ല. ഇത്തരം ഉല്ലാസവേളകളാണ് ജീവിതത്തെ അർത്ഥസമ്പുഷ്ടമാക്കുന്നതെന്ന് ബബിതയ്ക്ക് തോന്നിയിരുന്നു. കൂട്ടുകാരികളുടെ പ്രേരണയും നിർബന്ധവും പ്രലോഭനവുമെല്ലാം സിദ്ധാർത്ഥനുമായുള്ള പ്രണയത്തിലേക്ക് നയിക്കുന്നതിന് വഴികാട്ടിയിരുന്നു. താര കൃഷ്ണനുണ്ണിക്ക് പ്രണയിക്കാൻ ഒരാളുണ്ട്. സോണിയ ഡേവിഡിനുമുണ്ട് ഒരാൾ. ചേച്ചിമാർ ബബിതയെ കൂടി അവരുടെ നിലവാരത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ തയ്യാറാണ്. അവർ അവൾക്ക് നൽകുന്ന പ്രത്യേക പരിഗണന അവളെ അഭിമാനം കൊള്ളിക്കുന്നുണ്ട്. കാരണം താരയുടെയും സോണിയയുടെയും സ്നേഹഭാജനമാണ് ബബിത. വീട്ടിൽ അംഗീകാരവും സാന്ത്വനവും കിട്ടാത്തവൾക്ക് പുറമേ നിന്ന് അത് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു സ്നേഹവാക്കിന് മുന്നിൽ അവൾ ആലിപ്പഴം പോലെ അലിഞ്ഞു പോകുന്നു. ഒപ്പത്തിനൊപ്പം നിർത്തി അംഗീകരിക്കുന്നവരോട് അവൾക്ക് എന്തെന്നില്ലാത്ത കൂറും നന്ദിയും കടപ്പാടും. അവരുടെ വാത്സല്യം അവളുടെ തപിച്ച ഹൃദയത്തെ തണുപ്പിക്കുന്നു. അവർ അവൾക്ക് വേണ്ടി കരുതുന്ന സമ്മാനങ്ങൾ അവളെ വാനോളം ഉയർത്തുന്നു. ബബിത സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന താരച്ചേച്ചിയുടെ സഹോദരനാണ് പ്രണയാഭ്യർത്ഥനയുമായി മുൻപിൽ. എതിർക്കുമെന്ന് പേടിച്ചിരുന്ന താരച്ചേച്ചി കൂടി ഗ്രീൻ സിഗ്നൽ കാട്ടിയതോടെ അവൾക്ക് ധൈര്യമായി. കൂട്ടുകാരുടെ അംഗീകാരവും പ്രോത്സാഹനവുമുണ്ട്. നല്ല കുടുംബക്കാരെന്നാണ് ധരിപ്പിച്ചിരിക്കുന്നത്. ആഴ്ചയുടെ ഇടദിവസങ്ങളിൽ ഒഴിവ് വന്നാൽ വീട്ടിൽ പോകാതെയായി. ചിലപ്പോൾ വീക്കെൻഡുകളിലും. ബീച്ച്, പാർക്ക്, സിനിമാശാലകൾ, റെസ്റ്റോറൻറ്റുകൾ, ഐസ്ക്രീം പാർലറുകൾ തുടങ്ങിയവയൊക്കെയാണ് സ്വൈരവിഹാരവേദികൾ. ആദ്യമെല്ലാം ബബിതയോടൊപ്പം കൂട്ടുവരുമായിരുന്ന താരയും സോണിയയും മെല്ലെ പിൻവാങ്ങി. സ്വർഗത്തിൽ എന്തിന് കട്ടുറുമ്പുകൾ. താര കൃഷ്ണനുണ്ണിയുടെ വീട്ടിൽ വെച്ച് നടത്തിയ ആഘോഷത്തെപ്പറ്റിയും ബബിത പറഞ്ഞു. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഞാനും പോയി. അവിടെ ചെന്നപ്പോൾ ഒരു സംശയം തോന്നിയതാ. താരച്ചേച്ചിയുടെ വീട് തന്നെയാണോ ഇത്? ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. തീറ്റിയും കുടിയും ബിയറാണെന്നാ പറച്ചിൽ. എനിക്കിതൊന്നും തിരിച്ചറിയാൻ വയ്യ. ആങ്ങളെയും പെങ്ങളും ഒന്നിച്ചുള്ളപ്പോൾ ഒരു ധൈര്യം. പക്ഷേ രാത്രിയിൽ അങ്ങനൊന്നുമല്ലായിരുന്നു. ജോഡിയായിട്ട് തിരിഞ്ഞു. എന്നെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് മറ്റുള്ളവരെവിടെ എന്ന് നോക്കാൻ വേണ്ടി പോയ താരച്ചേച്ചി പിന്നെ തിരിച്ചു വന്നില്ല. പകരം സിദ്ധാർത്ഥനാ വന്നത്. എന്നോട് പറഞ്ഞു താരച്ചേച്ചിയും സോണി ചേച്ചിയും ഒരു മുറിയിലാക്കിയെന്ന്. ജീവൻ ചേട്ടനും സന്തോഷ് ചേട്ടനും വേറൊരു മുറിയിൽ. അവരെയെല്ലാം പറ്റിച്ചിട്ട് പോന്നതാണെന്നും പറഞ്ഞു. അലീന വർദ്ധിച്ച നെഞ്ചെടുപ്പോടെ മൂളിക്കേട്ടുകൊണ്ടിരുന്നു. ഇനി ഇങ്ങോട്ടാരും കയറി വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് വാതിലടച്ച് ബോൾട്ടിട്ട് എൻ്റെ ബെഡിൽ വന്നിരുന്നു. ഞാൻ ആകെ പരിഭ്രമിച്ച് എഴുന്നേറ്റു. എന്നെ ബലമായി പിടിച്ച് കിടത്തി. പേടിക്കണ്ട, ഒന്നും ചെയ്യില്ല, വെറുതെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതേയുള്ളൂ, സ്നേഹക്കൂടുതൽ കൊണ്ടല്ലേ എന്നെല്ലാം പറഞ്ഞു. ഇതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തു വെച്ച നാടകമാണെന്നൊന്നും ഞാനപ്പോൾ അറിഞ്ഞില്ല. ഇഷ്ടപ്പെട്ട ആളാണല്ലോ കൂടെ. എന്നെ കല്യാണം കഴിക്കാൻ പോണ പുരുഷൻ. അതൊരു രഹസ്യമല്ല. താരച്ചേച്ചിക്കും വീട്ടുകാർക്കും എല്ലാം അറിയാമല്ലോ എന്നുള്ള ധൈര്യവുമുണ്ട്. വർത്തമാനം പറഞ്ഞുകൊണ്ട് കിടക്കുക. അതിനിടയിൽ എപ്പോഴാ എങ്ങനെയാ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എങ്ങനെ സമ്മതിച്ചു എന്നും അറിയില്ല. ഞാനില്ലാതായി തീർന്നെന്ന് പറയുന്നതാ ശരി. രാവിലെ എഴുന്നേറ്റിരുന്നു. കുറേ കരഞ്ഞു. ആശ്വസിപ്പിക്കാൻ എത്ര പേരായിരുന്നു. താരച്ചേച്ചി പോലും പറഞ്ഞു, നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നയാളല്ലേ, പിന്നെന്താ. എല്ലാവരും കൂടി പറഞ്ഞ് ആ വലിയ തെറ്റ് ഒരു സൽപ്രവൃത്തിക്കൊപ്പമാക്കി തന്നു. എൻ്റെ മനോവിഷമം മാഞ്ഞു പോയെന്നുള്ളതാണ് സത്യം. അലീനയ്ക്ക് ഹൃദയം വിങ്ങിപ്പൊട്ടും പോലെ തോന്നി.
ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് ഊഹിച്ചിരുന്നതാണെങ്കിലും ഇപ്പോൾ അത് സത്യമാണെന്നറിഞ്ഞപ്പോൾ സഹിക്കാനാവാത്ത മനോവ്രത, തൻ്റെ അനുജത്തി നശിച്ചുപോയല്ലോ എന്ന ആത്മനൊമ്പരം. അലീന ചേച്ചിക്ക് എന്നോടിപ്പോൾ തോന്നുന്ന വികാരം എന്താണെന്ന് എനിക്കറിയാം. അറപ്പും വെറുപ്പുമല്ലേ? അലീന ഒന്നും മിണ്ടിയില്ല. എങ്കിലും സാന്ത്വനം പകരുന്ന തലോടൽ കൊണ്ട് അവൾ തൻ്റെ മനോഗതം അറിയിച്ചു. പിന്നെയും 2 തവണ കൂടി ഞാൻ ആ വീട്ടിൽ പോയി. ഒരിക്കൽ എല്ലാവരും കൂടി, ഒരു തവണ ഞാനും സിദ്ധാർത്ഥനും മാത്രം. ചെയ്യുന്നത് തെറ്റാണെന്നുള്ള തിരിച്ചറിവ് തേഞ്ഞുമാഞ്ഞില്ലാതായി. തെറ്റിനെ ശരിയാക്കാനുള്ള മനക്കണക്കൊക്കെ മനസ്സിലുണ്ട്. പരമാവധി 3 വർഷം. അപ്പോഴേക്കും ഞാൻ ഡിഗ്രി എടുക്കും. പിന്നെ കല്യാണം. സിദ്ധാർത്ഥന് ജോലിയുണ്ടല്ലോ. എനിക്ക് കല്യാണം കഴിഞ്ഞാലും ഹയർ സ്റ്റഡീസിന് പോകാം. ഒരു തവണ ഞങ്ങൾ സന്തോഷ് ചേട്ടൻ്റെ വീട്ടിൽ പോയി. ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് കേക്കും പാട്ടും കൂത്തും ഡാൻസും മേളവും മദ്യവും എല്ലാം കൂടി ചേർത്ത് ഒരു ബഹളമായിരുന്നു. സിദ്ധാർത്ഥൻ എനിക്ക് കുടിക്കാൻ ബിയർ തന്നു. ബിയറിൻ്റെ ചവർപ്പൊക്കെ ഉണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മയക്കം വന്നു. കണ്ണുമിഴിച്ച് നോക്കുമ്പോൾ കാണാം നെയിലുപോലെ ആരൊക്കെയോ ആടുന്നു, പാടുന്നു. വീഴാൻ പോയ എന്നെ 2 പേർ ചേർന്ന് താങ്ങിയെടുത്തോണ്ട് പോയത് ഓർമ്മയുണ്ട്. നേരം വെളുത്ത് ഉറക്കം തെളിഞ്ഞപ്പോഴേ എനിക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നി. ഇന്നലെ എന്താ സംഭവിച്ചത്? ആരൊക്കെയാ എന്നെ എടുത്തോണ്ട് പോയത്? വേറെ ആരെങ്കിലും എൻ്റെ ബെഡിലുണ്ടായിരുന്നോ? മാഞ്ഞു പോകുന്ന ദുസ്വപ്നം പോലെ എന്തൊക്കെയോ ചില കാഴ്ചകളുണ്ട് ഓർമ്മയിൽ. സ്വപ്നമാണോ അതോ സത്യമാണോ എന്ന് അറിയില്ല. സിദ്ധാർത്ഥനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വീറ് നിന്റെ തലയ്ക്ക് പിടിച്ചതാണെന്ന്. ഒടുവിൽ ഞാനതങ്ങ് വിശ്വസിച്ചു. ബബിത ഒരു നിമിഷം നിർത്തി. അലീന വീർപ്പടക്കി. പിന്നീട് ഒരു ദിവസം ഞങ്ങളൊരു റിസോർട്ടിൽ പോയി. അവിടെ വെച്ചും എനിക്ക് ബിയർ തന്നു. അന്നത്തെ പോലെ തന്നെ മയക്കവും തലവേദനയും വന്നു. സിദ്ധാർത്ഥൻ റൂമിൽ കൊണ്ടുപോയി കിടത്തി. രാത്രിയിൽ എപ്പോഴോ ഉറക്കം ഞെട്ടി നോക്കുമ്പോൾ എൻ്റെ ബെഡിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത 2 പേർ. ഞെട്ടിപ്പോയി. ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ അടുത്ത മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ താരച്ചേച്ചിയും സിദ്ധാർത്ഥനും സന്തോഷം കൂടി ഒരേ ബെഡിൽ. എനിക്കപ്പോഴും വിശ്വസിക്കാൻ പറ്റണില്ല ചേച്ചി. തകർന്നു പോയി ഞാൻ. ബബിത കിതച്ചു. മോളെ, അലീനെ വിളിച്ചു. ദുഷ്ടൻ. അണ പൊട്ടും പോലെ അവളുടെ ശ്വാസവും ശാപവാക്കും പുറത്തേക്ക് വന്നു. അതൊരു പിശാചായിരുന്നു ചേച്ചി, മനുഷ്യനൊന്നുമല്ല. ചിരിക്കുകയും സംസാരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മനുഷ്യന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഞാനവനെ കൊല്ലണമായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുമായിരുന്നു. പക്ഷേ ഒരു പിശാചിൻ്റെ ഹൃദയം എനിക്കില്ലാതെ പോയി. ഭവിതിയുടെ തേങ്ങലും കിതപ്പും ഇടകലർന്നു. ശരിക്കും എന്താ സംഭവിച്ചത്? അലീനയുടെ സ്വരത്തിൽ വിറ പടർന്നു. അയാൾ എന്നെ വിറ്റതാ ചേച്ചി, വേറെ ആളുകൾക്ക്. അവരെല്ലാം ഒരു ഗ്യാങ് ആയിരുന്നു. താരച്ചേച്ചിയും സിദ്ധാർത്ഥനും തമ്മിൽ സഹോദര ബന്ധം പോയിട്ട് അയൽബന്ധം പോലും ഉണ്ടായിരുന്നില്ല. താരച്ചേച്ചിയും സോണി ചേച്ചിയും കൂടി സിദ്ധാർത്ഥനും കൂട്ടുകാർക്കും വേണ്ടിയാണ് വല വിരിച്ചത്. ഞാൻ കുടുങ്ങി. എൻ്റെ റൂംമേറ്റ് ആഷ്മിയിലും അവർക്ക് കണ്ണുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് പേടിയായിരുന്നു. നീ സത്യങ്ങളെല്ലാം അറിഞ്ഞുവെന്ന് അവർക്ക് മനസ്സിലായില്ലേ? അലീന ചോദിച്ചു. മനസ്സിലായി ചേച്ചി. പക്ഷേ അവർക്ക് കൂസലൊന്നുമില്ല. എന്നെ വിളിക്കാൻ ഉദ്ദേശിച്ചു തന്നെയാ വളച്ചെടുത്തതെന്ന് അയാൾ എൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. എന്നിട്ട് മൊബൈൽ റെക്കോർഡ് ചെയ്ത വീഡിയോ എന്നെ കാണിച്ചു. സന്തോഷ് ചേട്ടൻ്റെ വീട്ടിൽ വെച്ച് കൂടിയപ്പോൾ എടുത്തതാണെന്ന് പറഞ്ഞു. അവിടെ ബെഡിൽ പാതി ബോധം പോലുമില്ലാതെ ഞാൻ. എൻ്റെ കൂടെ സന്തോഷ് ചേട്ടനും ജീവൻ ചേട്ടനും. അവർ ബിയറിൽ മയക്കുമരുന്ന് ചേർത്തിരുന്നത്രേ. ഒക്കെ ഡെലിബറേറ്റ് ചെയ്തതാ. മറ്റേ പിശാച്ച് അവരോട് പണം വാങ്ങിയിട്ടുമുണ്ടാവും. അലീന ഞെട്ടിപ്പോയി. താൻ ഊഹിച്ചതിനും അപ്പുറമാണ് കാര്യങ്ങൾ. വൻ ചതിയും കൊടും ക്രൂരതയും ഇവളുടെ മേൽ കൊണ്ടാടിയിരിക്കുന്നു. എന്നിട്ടും അവരെന്നോട് ദയ കാണിച്ചില്ല ചേച്ചി. അവരെന്നോട് പറഞ്ഞു വീഡിയോ എല്ലാം ഇൻ്റർനെറ്റിൽ പബ്ലിഷ് ചെയ്യുമെന്ന്. അല്ലെങ്കിൽ അവർ വിളിക്കുന്നിടത്തെല്ലാം ഞാൻ ചെല്ലണം. അവരുമായി ബിസിനസ് നടത്തുന്ന ആളുകളുമായി സഹകരിക്കണം. എൻ്റെ ജീവിതം തീർന്നുവെന്ന് എനിക്ക് മനസ്സിലായി. അയാളെ കൊല്ലാൻ എൻ്റെ കൈ വിറയ്ക്കും. ഞാൻ അതുപോലെ സ്നേഹിച്ചതല്ലേ ചേച്ചി. എന്നെ കൊല്ലാൻ എനിക്ക് സാധിക്കുമല്ലോ. വേറൊരു വഴി ഞാൻ കണ്ടില്ല ചേച്ചി. ബബിത സകല നിയന്ത്രണവും തകർന്ന് പൊടുന്നനെ വാവിട്ട് കരഞ്ഞു. അലീന അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. കരച്ചിലടങ്ങുവോളം പുറത്ത് തലോടിക്കൊണ്ടിരുന്നു. അങ്ങനൊരവസ്ഥ വരുമ്പം വീട്ടിലുള്ളവരെ ഓർക്കണ്ടേ മോളെ? ആരുമില്ലേ നിനക്ക്? എല്ലാരെയും ഞാൻ ഓർത്തു ചേച്ചി. ബബിത വിങ്ങിപ്പൊട്ടി. അച്ഛനെയും അമ്മയും രോഹിയേട്ടനെയും കൃഷ്ണമോളെയും അലീന ചേച്ചിയും എല്ലാരെയും. അതുകൊണ്ടാ മരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാനൊരു കത്ത് പോലും എഴുതി വയ്ക്കാഞ്ഞത്. അവൾ വീണ്ടും ഏങ്ങലടിച്ച് കരഞ്ഞു.
കരയുന്നത് നന്നെന്ന് അലീനയും കരുതി. ഏതെല്ലാം അഗ്നിപരീക്ഷണങ്ങളെയാണ് അവൾ അഭിമുഖീകരിച്ചതെന്ന ഓർമ്മ അലീനയെ കിടിലം കൊള്ളിച്ചു. ഒരു പ്രണയപരാജയം, അല്ലെങ്കിൽ സ്നേഹിച്ചവന്റെ വഞ്ചനയോ കാലുമാറ്റമോ, ഇത്രയേ താൻ ഊഹിച്ചിരുന്നുള്ളൂ. എന്നാലും ഇത്ര ചെറിയ പ്രായത്തിൽ തൻ്റെ അനുജത്തിക്ക് ഇത്രമേൽ കടുത്ത ഒരു ദുഃഖാനുഭവം ഉണ്ടായല്ലോ എന്ന ഓർമ്മയിൽ അലീനയുടെ മിഴികൾ നനഞ്ഞു. കുറെ കഴിഞ്ഞ് അലീനയുടെ കൈത്തണ്ടയിൽ നിന്ന് മുഖം തെല്ല് നിരക്കി ബബിത ചോദിച്ചു, ഞാൻ ചീത്തയായി പോയല്ലോന്നോർത്തിട്ട് ചേച്ചിക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നില്ലേ? കണ്ണീർ വീണ് ഈറനായ കവിളത്ത് അലീന തഴുകി. ചെന്നിയിലും കവിളത്തും നനഞ്ഞു പറ്റിപ്പിടിച്ച മുടിനാരുകൾ വാത്സല്യത്തോടെ ഒതുക്കി വെച്ചു. ഇല്ല, ഒട്ടും വെറുപ്പില്ലാന്ന് മാത്രമല്ല, ഇഷ്ടക്കൂടുതലേ ഉള്ളൂ കേട്ടോ. അവളുടെ മുഖമെടുത്ത് അലീന തൻ്റെ മുഖത്തോട് ചേർത്തു. അവളുടെ കണ്ണിൽ ഉമ്മ നൽകി ഗദ്ഗതത്തോടെ പറഞ്ഞു, സങ്കടമുണ്ട് ചേച്ചിക്ക്, എന്നാലും സാരമില്ല. എൻ്റെ മോള് ജീവിച്ചിരിപ്പുണ്ടല്ലോ, അത് മതി. അലീന അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. നീ ആത്മഹത്യ ചെയ്യാൻ പോയെന്ന് കേട്ടപ്പോൾ അതിൻ്റെ പിറകിൽ ഇത്രയും വലിയൊരു കൊടുംചതിയാണെന്ന് ഞാൻ കരുതിയില്ല. സാരമില്ല, നമ്മളതിനെ മറികടന്നല്ലോ. ഇനി എപ്പോഴും ഓർത്തോളണം, ആരൊക്കെയില്ലെങ്കിലും നിനക്ക് ഞാനുണ്ടെന്ന്. എന്നോട് ക്ഷമിക്കോ ചേച്ചി? ഇങ്ങനെയൊന്നും നീ ചോദിക്കരുത്. ആർക്കും ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റൊന്നും നീ ചെയ്തിട്ടില്ല. ഒന്നും ആരോടും പറയാതെ പോകണമെന്ന് വിചാരിച്ചിരുന്നതാ ഞാൻ. എൻ്റെ സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആരുമില്ലെന്നാ ഞാൻ കരുതിയേ. എനിക്കിപ്പോൾ വിശ്വസിക്കാൻ ഒരാളേ ഉള്ളൂ ഈ ലോകത്ത്. എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവല്ലേ ചേച്ചി? ഇല്ല, ഇല്ല മോളെ. ഞാൻ പറഞ്ഞതൊന്നും ആരോടും പറയില്ലാന്ന് എനിക്ക് വാക്ക് തരണം ചേച്ചി. അച്ഛനോട് പറയണ്ടേ മോളൂ? വേണ്ട, ആരോടും പറയരുത്. ചേച്ചിയല്ലാതെ വേറെ ഒരാൾ അറിയരുത്. അതെനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ മരിച്ചു കളയും. നിന്നെ ദ്രോഹിച്ചവർക്ക് ശിക്ഷ കിട്ടണ്ടേ? അവരെ ഈശ്വരൻ വെറുതെ വിടുമോ? അവർക്ക് ശിക്ഷ കിട്ടും. അങ്ങനെ പറയരുത് മോളെ. നിനക്ക് പകരം നാളെ അവർ മറ്റൊരു ഇരയെ കണ്ടുപിടിക്കും. നിന്നെ എങ്ങനെ വലയിൽ വീഴ്ത്തിയോ അതേ ചിലന്തി വല തന്നെ അവർ അവളുടെ മുൻപിലും വിരിക്കും. നിനക്കുണ്ടായ അനുഭവം നാളെ നിന്നെപ്പോലെ വേറൊരു പെൺകുട്ടിക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടത് ചെയ്യേണ്ടത് നിന്റെയും എൻ്റെയും എല്ലാം കടമയാണ്. തെറ്റ് ചെയ്യുന്നിടത്തോളം തന്നെ കുറ്റകരമാണ് അവനവൻ്റെ കടമ ചെയ്യാതിരിക്കുന്നതും. നാളെ അവർ അവരുടെ കയ്യിലിരിക്കുന്ന വീഡിയോ ഇൻ്റർനെറ്റിലൂടെയോ മൊബൈൽ ഫോണുകളിലൂടെയോ നാടൊട്ടുക്ക് പ്രചരിപ്പിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? ബബിതയുടെ മുഖത്തൊരു നടുക്കം ദൃശ്യമായി. അവരങ്ങനെ ചെയ്യുമോ ചേച്ചി? ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോയി എന്നറിഞ്ഞിട്ടും അങ്ങനെ ചെയ്യാൻ തോന്നുമോ? എന്താ തോന്നായിക? പെണ്ണിൻ്റെ ശരീരം വിറ്റ് കാശ് വാങ്ങി പോക്കറ്റിലിടാൻ ഒരു മടിയുമില്ലാത്തവർക്ക് എന്ത് ചെയ്യാനും മനസാക്ഷിക്കുത്തുണ്ടാവില്ല. ബബിത ദയനീയമായി അവളെ നോക്കി. ബബിതയുടെ മുഖമെടുത്ത് തൻ്റെ കവിളത്തേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, നിനക്കെന്നെ വിശ്വാസമില്ലേ? നിനക്ക് ദോഷമായി വരുന്നതൊന്നും ഞാൻ ചെയ്യില്ല. നീ എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് ഒരിക്കലും ഞാൻ ആരോടും പറയില്ല. പക്ഷേ ഒരു കാര്യം നീ ഓർക്കണം, എല്ലാവരുടെയും മനസ്സിൽ ചില ഊഹാപോഹങ്ങളുണ്ട്. ഇത്രയും വലിയൊരു കടുങ്കൈ നീ ചെയ്യണമെങ്കിൽ അതിനു പുറകിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന്. ബബിത നിമിഷങ്ങളോളം മൗനമായി കിടന്നു. അവൾ ഒരു ദീർഘനിശ്വാസമെടുത്തു. ഞാൻ മരിച്ചു പോകുന്നതായിരുന്നു നല്ലത് അല്ലേ? മോളെ, അലീന വിളിച്ചു. നിന്നെ എനിക്ക് വിട്ടുതാ. ഞാൻ വിട്ടു തന്നല്ലോ. ഇല്ല, നീ നിന്നെ തന്നെ മുറുകെ പിടിച്ചിരിക്കുക. അതുകൊണ്ടാ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ. ബബിത വീണ്ടും ദീർഘനിശ്വാസമെടുത്തു. അലീനെ കെട്ടിപ്പിടിച്ചു. ഞാൻ വിട്ടു തന്നിരിക്കുന്നു. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ എന്നെ വിട്ടിട്ട് പോകരുത്. കുളത്തുപുഴയ്ക്ക് പോകുമ്പോൾ എന്നെ കൂടി കൊണ്ടുപോവോ? അതെന്തിനാ? ഈ വീടെനിക്ക് മടുത്തു ചേച്ചി. എനിക്കിവിടെ വയ്യ. ചേച്ചിയുടെ കൂടെ ജീവിച്ചാൽ മതി. നിനക്ക് പഠിക്കണ്ടേ മോളെ? വേണ്ട, എന്നെ ഉപേക്ഷിച്ചിട്ട് പോവല്ലേ. ഇല്ല, അലീന പറഞ്ഞു. അലീന അവളുടെ പുറത്ത് തഴുകി. കുറെ കഴിഞ്ഞപ്പോൾ അവൾ മയക്കം പിടിച്ചു. അവളുടെ ഹൃദയഭാരം ഇറക്കി വെച്ചു കഴിഞ്ഞു. പക്ഷേ തൻ്റെ ഹൃദയത്തിന് ഭാരമേറിയിരിക്കുന്നു, അലീന ഓർത്തു. മനുശങ്കറും രോഹിത്തും കൂടിയാണ് ബൈക്കിൽ വന്നത്. കൃഷ്ണജ സ്കൂളിൽ പോയിരിക്കുകയായിരുന്നു. ബാലചന്ദ്രൻ മേനോൻ ജ്വല്ലറിയിലും. ബബിതയും അലീനയും വീട്ടിലുണ്ടായിരുന്നു. പ്രഭാത ഭക്ഷണത്തിൻ്റെ സമയം കഴിഞ്ഞു. ഊണിൻ്റെ സമയം എത്തിയുമില്ല. അലീന അവർക്ക് ചായ ഇട്ടുകൊടുത്തു. കഴിക്കാൻ ഒന്നും എടുക്കണ്ട, ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, മനു പറഞ്ഞു. അവനൊരു പ്ലാസ്റ്റിക് സഞ്ചി ഹാളിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന് അലീനയ്ക്ക് കൊടുത്തു. ഒരു കേക്കും ഓറഞ്ചും ആപ്പിളും കുറച്ച് മുന്തിരിങ്ങയും. ഇതെന്തിനാ എല്ലാം കൂടി വാങ്ങിച്ചത്? അലീന ചോദിച്ചു. എന്തിനാണൊന്നും ചോദിക്കരുത്, ഇങ്ങോട്ടെടുത്ത് വച്ചാൽ തിന്നു കാണിക്കാം, മനു കുസൃതിയോടെ പറഞ്ഞു. അലീന ഫ്രൂട്ട്സ് കഴുകി
പ്ലേറ്റുകളിൽ വച്ചു കൊടുത്തു. കേക്ക് മുറിച്ചു വെച്ചു. ഇവിടുത്തെ വിശേഷങ്ങൾ പറ. മനു അലീനയെ നോക്കി. ഇവിടെന്ത് വിശേഷം? ബാംഗ്ലൂരിലെ വർത്തമാനം കേൾക്കാനിരിക്കുകയാ ഇവിടെ ഉള്ളവർ, അലീന പറഞ്ഞു. ബബിത നോർമലായോ? അവൾക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല. എൻ്റെ കൂടെ നിന്ന് എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. രാവിലെ മുറ്റമടിക്കും, വീടെല്ലാം തൂത്തു തുടയ്ക്കും, പിന്നെ അടുക്കളയിലും സഹായിക്കും. മരിക്കണമെന്നുള്ള വാശിയൊക്കെ മാറിയോ? മനു പുഞ്ചിരിയോടെ ചോദിച്ചു. അങ്ങനെ നിസ്സാരമാക്കല്ലേ മനുവേട്ട. അവളുടെ ജീവിതത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് അവളല്ലേ? മനു അലീനയെ സൂക്ഷിച്ചു നോക്കി. എന്തെങ്കിലും വിട്ടു പറഞ്ഞോ അവൾ? പറയാതെയും ചില കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ, അലീന പറഞ്ഞു. ഓക്കെ, ഞാൻ ആ വിഷയം വിട്ടു. മനു ഒരു കേക്ക് കഷ്ണം എടുത്ത് വായിൽ വെച്ചു. ഞങ്ങൾ കൊല്ലപ്പള്ളി ചെന്നിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്, രോഹിത് പറഞ്ഞു. അതെനിക്ക് ബൈക്ക് കണ്ടപ്പോഴേ മനസ്സിലായി, അലീന പറഞ്ഞു. അമ്മ അവിടുന്ന് താമസം മാറ്റി. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ, അലീന ആശ്ചര്യപ്പെട്ടു. ഇപ്പം ഇടപ്പാടിയിലോ മറ്റോ ഒരു വാടക വീട്ടില. ഒറ്റയ്ക്കാണോ? ഞങ്ങൾ കണ്ടില്ല. ഒരു വീടിൻ്റെ അപ്സ്റ്റെയർ ആണെന്ന് കേട്ടു. താഴെ ഹൗസ് ഓണറുടെ ഫാമിലി. എന്താ കൊല്ലപ്പള്ളിന്ന് പോയത്? അച്ഛനുമായിട്ടുടക്കി. ആൻറ്റി ഡിവോഴ്സ് കേസുമായി ഫാമിലി കോർട്ടിൽ പോകുന്നത് അച്ഛൻ എതിർത്തു, മനു പറഞ്ഞു. കേസ് കൊടുത്തോ കുടുംബ കോടതിയിൽ? അലീന അമ്പരപ്പിൽ ചോദിച്ചു. കോടതിയിലെത്തിയോന്നറിയില്ല. വക്കീലിനെ കണ്ട് വക്കാലത്ത് കൊടുത്തെന്ന അച്ഛൻ പറഞ്ഞത്. അലീനയുടെ മുഖത്ത് മ്ലാനത കലർന്നു. അലീന ഫ്രീ ആകുമ്പോൾ രോഹിത്തിൻ്റെ റൂമിലേക്ക് വരണേ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ചായ കുടിച്ചു കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിനിടയിൽ മനു പറഞ്ഞു. അവർ രോഹിത്തിൻ്റെ മുറിയിലെത്തി. അല്പം കഴിഞ്ഞപ്പോൾ അലീനയും ചെന്നു. അവൾക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. അമ്മയെപ്പറ്റിയാണ് മനുവേട്ടന് സംസാരിക്കാൻ പോകുന്നതെന്ന് അവൾ വിചാരിച്ചു. വേറൊന്നുമല്ല അലീന, ഹരിയുടെ കേസാണ്. അവനൊരു തെറ്റ് ചെയ്തു പോയി. പ്രായത്തിൻ്റെ തിളപ്പും അഹങ്കാരവും വിവരക്കേടും ഒക്കെ കൊണ്ടായിരിക്കും. എന്തായാലും അവൻ ചെയ്തതിൻ്റെ ദോഷം അവൻ്റെ ഭാവിയെയും ബാധിക്കും. അവനാണെങ്കിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം ഈ നാട്ടുകാരുടെ മുഖത്തു നോക്കാൻ വയ്യാഞ്ഞ് കോഴഞ്ചേരിയിൽ അങ്കിളിൻ്റെ കൂടെ താമസിക്കുക. അലീന മനുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഒരു പതർച്ച അനുഭവപ്പെട്ടു. മുഖം നേരെ നിൽക്കുന്നില്ല. ഇപ്പം അവൻ്റെ കേസ് വിചാരണയ്ക്ക് വരാൻ പോകുക. ശിക്ഷിക്കപ്പെട്ടാൽ അവൻ്റെ ഭാവി അതോടെ തീർന്നു. ബലാത്സംഗ കുറ്റത്തിനൊക്കെ വലിയ ശിക്ഷയാ. അവൻ്റെ നല്ല പ്രായം ജയിലിലങ്ങ് പോകും. ചെയ്ത കുറ്റത്തിൻ്റെ ശിക്ഷയൊക്കെ ഇതിനകം തന്നെ അവൻ അനുഭവിച്ചു കഴിഞ്ഞു. പിന്നെന്തിനാ കോടതിയും വിചാരണയും ശിക്ഷയുമൊക്കെ? അലീന ചോദിച്ചു. അലീന, രോഹിത്തിന് വേണ്ടി നീ ആ പെണ്ണിൻ്റെ അടുത്ത് പോയി കെഞ്ചി. അത് രോഹിത്ത് നിന്റെ ആങ്ങളയാണെന്ന് അറിയാവുന്നത് കൊണ്ടാ. ഇല്ലെങ്കിൽ നീ അത് ചെയ്യില്ല. ഹരിയും നിന്റെ ആങ്ങളയുടെ സ്ഥാനത്താണ്. അപ്പോൾ മനുവേട്ടനോ? തർക്കിക്കാൻ വേണ്ടിയല്ല അലീന. നീ ആ പെണ്ണിൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യണമെന്നുമല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതൊന്നും വേണ്ട. രോഹിത്ത് ഹരിക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുത്താൽ മതി. ഹരി ആ പെണ്ണിനെ ഉപദ്രവിക്കുന്നത് രോഹിത്ത് കണ്ടിട്ടില്ല. അവൾക്കതുകൊണ്ട് ഒരു നഷ്ടവും വരാൻ പോണില്ല. മാത്രമല്ല രോഹിത്ത് അവളെ ഹെൽപ്പ് ചെയ്യുന്നില്ലേ? നിന്റെ കൈപിടിച്ചല്ലേ അവൾ സർവൈവ് ചെയ്തത്. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിച്ചു കാണുന്നത് ഒരു നെഗറ്റീവ് സംതൃപ്തിയല്ലേ തരികയുള്ളൂ. മനുവേട്ടനാണോ ശിവശങ്കരൻ അങ്കിളിനാണോ എന്നോട് സംസാരിക്കാനുള്ളത്? അലീന അവനെ സൂക്ഷിച്ചു നോക്കി. സത്യം പറഞ്ഞാൽ അച്ഛൻ ആവശ്യപ്പെട്ട കാര്യങ്ങളാണ്. എനിക്കിത് നിന്നോട് പറയാൻ ചളിപ്പുണ്ട് എന്നതാണ് സത്യം. പക്ഷേ എൻ്റെ അനുജൻ്റെ ജീവിതമായി പോയില്ലേ, അതുകൊണ്ടാണ് നിന്നോട് പറയേണ്ടി വരുന്നത്. ആ അനുജൻ ഒരിക്കൽ എന്നെയും ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇതേ മുറിയിൽ വെച്ച്. അന്നത് സംഭവിച്ചിരുന്നെങ്കിൽ മനുവേട്ടൻ ഇന്നെൻ്റെ മുൻപിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുമായിരുന്നോ? മനുശങ്കരൻ്റെ മുഖം വിളറി. രോഹിത്ത് അലീനയുടെ മുഖത്ത് നിന്നും നോട്ടം മാറ്റിക്കളഞ്ഞു. ഒന്നും സംഭവിച്ചില്ലല്ലോ അലീന. ചില കേസുകൾ കക്ഷികൾ തമ്മിൽ ഒത്തുതീർപ്പാകാറുണ്ട്. ലോകത്ത് അങ്ങനെയും നടക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിട്ടാണത്. ഒന്ന് നിർത്തിയിട്ട് അലീനയെ നോക്കിയിട്ട് അവൻ തുടർന്നു. അച്ഛൻ എന്ത് വേണമെങ്കിലും കൊടുക്കും. പണമോ ജോലിയോ വീടും സ്ഥലമോ എന്തും. ഹരി ഒരു ചെറുപ്പക്കാരനല്ലേ അലീന, 24 വയസ്സ്. അവന് തിരുത്താൻ ഒരവസരം കൊടുക്കണ്ടേ? അവസരം കൊടുക്കണം. പകരം അവൾക്കും തിരുത്താൻ അവസരം കൊടുക്കണം, അലീന പറഞ്ഞു. മനസ്സിലായില്ല? മനു ചോദ്യഭാവത്തിൽ അലീനയെ നോക്കി. മനുവേട്ടന് ശരണ്യെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അനുജന്റെ ഭാവി രക്ഷപ്പെടാൻ വേണ്ടി ഒരു ത്യാഗം. വിട്ടുവീഴ്ചകളാകുമ്പോൾ രണ്ടു ഭാഗത്തും വേണമല്ലോ. നല്ല പെൺകുട്ടിയാണ് ശരണ്യ, ബുദ്ധിയുണ്ട്. അവൾ പഠിച്ച് ഒരു ഡോക്ടറായി കഴിവ് തെളിയിക്കും. മനുശങ്കരൻ്റെ മുഖം പാടെ വിളറിപ്പോയി. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട.
മനുവേട്ടൻ്റെ അനുജൻ കല്യാണം കഴിച്ചാലും മതി. മനുശങ്കർ അപമാനിതനെപ്പോലെ നിൽക്കുകയാണ്. അതിനും ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. ശരണ്യ താണജാതിക്കാരിയാണല്ലോ. സ്വത്തും പണവും ഒന്നുമില്ല. ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി വയ്ക്കുമ്പം അതിനാണല്ലോ പ്രാധാന്യം. അവളോട് മറ്റെന്തുമാകാം. സ്വന്തം അനുജത്തെ സ്നേഹിച്ചത് ക്രിസ്ത്യാനി ചെക്കനെ ആയതുകൊണ്ട് അവരെ തമ്മിൽ പിരിച്ചകറ്റി അവൾ പ്രസവിച്ച കുഞ്ഞിനെ അനാഥാലയത്തിലെറിഞ്ഞ് കൈകഴുകി വെടിപ്പാക്കി സ്വസ്ഥമായിട്ടിരുന്ന ആങ്ങളമാരിലൊരാളല്ലേ മനുവേട്ടൻ്റെ അച്ഛൻ. ആ അച്ഛനും മകനും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ. അലീന മനുവിനെ തുറിച്ചു നോക്കി. മനുവിന് എന്തു പറയണമെന്നറിയാതെ മനു വിയർത്തുപോയി. ശേഷം അലീന രോഹിത്തിൻ്റെ നേർക്ക് തിരിഞ്ഞു. നീ എൻ്റെ അനുജനാണല്ലോ എന്ന് വിചാരിച്ച് മാത്രമല്ല ഞാനിന്ന് ശരണ്യെ കാണാൻ പോയത്. ഹരിശങ്കർ ഒരുക്കിയ കെണിയിൽ നീ പെട്ടുപോയതാണെന്ന് അറിയാവുന്നതുകൊണ്ടാ. നീ വെറുമൊരു കാഴ്ചക്കാരൻ മാത്രമായിരുന്നെന്ന് ബോധ്യമുള്ളതുകൊണ്ടാ അവൾ നിനക്ക് അനുകൂലമായിട്ട് നിന്നത്. ഇന്ന് നിനക്ക് വേണമെങ്കിൽ കാലുമാറ്റി ചവിട്ടാം, അവൾക്കെതിരെ മൊഴി കൊടുക്കാം. അതെല്ലാം നിന്റെ ഇഷ്ടം. അതിനിടയ്ക്ക് ഇതുകൂടെ മനസ്സിൽ വെച്ചോ. ഒരാത്മഹത്യാ ശ്രമം നടത്തി മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു വന്ന ഒരു പെണ്ണ് ഇവിടെയുമുണ്ട്. എൻ്റെയും നിൻ്റെയും അനുജത്തി. നാളെ അവളെക്കൊണ്ടും മൊഴി മാറ്റി പറയിക്കാൻ ഓഫറുകളുമായിട്ട് പലരും വന്നെന്നിരിക്കും. അവരെയും നിരാശപ്പെടുത്തരുത്. അവൾ ഇതുവരെ മനസ്സ് തുറക്കാത്തതുകൊണ്ടാ അറസ്റ്റും പത്രവാർത്തയും TV ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസും ഒന്നും വരാത്തത്. രോഹിത്തിൻ്റെ മുഖം താണുപോയി. അലീന മെല്ലെ തിരിഞ്ഞ് മുറി വിട്ടിറങ്ങി. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബായ്.